ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളുടെ മഖ്റജുകളെല്ലാം നമ്മൾ അൽഹംദുലില്ലാ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എല്ലാ അക്ഷരങ്ങളുടെയും മഖ്റജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് പഠിക്കാനുള്ളത് അക്ഷരങ്ങളുടെ സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ സിഫാത്തുൽ ഹുറൂഫ്. ഓക്കെ, അപ്പോൾ എന്താണ് സിഫാത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഉച്ചാരണ സ്വഭാവം. ഓരോ അക്ഷരങ്ങൾ ഉച്ചരിപ്പിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഏത് രീതിയിലാണ് പുറത്ത് വരേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനത്തിനാണ് എന്ത് പറയുന്നത്, സിഫാത്തിൻ്റെ പഠനം. അതാണ് സിഫാത്ത്. അപ്പോൾ എന്തിനാണ് സിഫാത്തിനെ പറ്റി പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മഖ്റജ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരേ മഖ്റജ് പങ്കുവെക്കുന്ന വ്യത്യസ്ത അക്ഷരങ്ങൾ ഉണ്ട് അല്ലേ. ഒരേ മഖ്റജിൽ നിന്നും വ്യത്യസ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ, ദ, ത. ഇത് മൂന്നും ഒരു മഖ്റജാണ്. പ, ദ, ത. അപ്പോൾ ഈ ഒരു മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഒരേ മഖ്റജാണെങ്കിലും അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്ന സൗണ്ട് ഡിഫറൻ്റ് ആണ് അല്ലേ, വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിഫയാണ്, ഓരോ അക്ഷരത്തിൻ്റെയും സിഫയാണ്. അപ്പോൾ നമ്മൾ ഈ സിഫാത്ത് കൊടുക്കാതെ ആണ്, അല്ലെങ്കിൽ സിഫാത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത വാക്കുകൾ, വ്യത്യസ്ത അർത്ഥങ്ങളുള്ള വ്യത്യസ്ത വാക്കുകളുണ്ട്, അതെല്ലാം ഒരേപോലെ തോന്നിപ്പോവും. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ത്വയീൻ, ത്വയീൻ, പിന്നെ ദീൻ, പിന്നെ തീൻ, അങ്ങനെ 3 വാക്കുകൾ. ഈ 3 വാക്കിൽ ഒന്നിൽ ത്വ യൂസ് ചെയ്തിട്ടുണ്ട്, ദാല്, ത. ഓക്കെ, അപ്പോൾ ഇത് 3ഉം ഡിഫറെൻ്റ് വാക്കുകളാണ്, വ്യത്യസ്ത അർത്ഥങ്ങളുമാണ്. ഓക്കെ, നമ്മൾ ഈ സിഫാത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ 3ഉം ഒരേപോലെ ഉച്ചരിച്ചു പോകും. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മളുടെ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അറബി അക്ഷരങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഖ്റജ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അക്ഷരത്തിൻ്റെ സ്വഭാവത്തിനെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമുക്കിടെ അക്ഷരത്തിൻ്റെ സ്വഭാവങ്ങളെ മെച്ചപ്പെടുത്താനും അക്ഷരത്തിൻ്റെ എല്ലാ ഹക്കും എല്ലാ പ്രാധാന്യവും എല്ലാ സ്വഭാവവും കൊടുത്തുകൊണ്ട് അക്ഷരത്തിനെ ഉച്ചരിക്കാനും കൂടി വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിഫാത്ത് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ചില അക്ഷരങ്ങൾ ഭാരമുള്ളതുണ്ടാവും, ചിലത് ഭാരം കുറഞ്ഞ അക്ഷരങ്ങളുണ്ടാവും. അപ്പം ഭാരം കൂടിയ അക്ഷരത്തിന് ഭാരം കൊടുത്തും ഭാരമില്ലാത്ത അക്ഷരത്തിന് ഭാരമില്ലാതെയും നമ്മൾ ഉച്ചരിക്കണം, അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്ന സൗണ്ട് വ്യത്യാസപ്പെട്ടു പോകും. അതുപോലെ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങളിൽ വ്യത്യാസവും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, സിഫാത്തിനെ പറ്റി പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അറബി അക്ഷരങ്ങളുടെ സിഫകൾ 2 തരത്തിലാണ്. സിഫാത്തുകൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് വിപരീതമുള്ള സിഫാത്ത്. ഒരു സിഫ കുറച്ച് അക്ഷരങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ വിപരീത സ്വഭാവമായിരിക്കും ബാക്കിയുള്ള അക്ഷരങ്ങൾക്കുണ്ടാകുക. അതിനെയാണ് വിപരീതമുള്ള സിഫാത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് വിപരീതമില്ലാത്ത സിഫ. വിപരീതമില്ലാത്ത സിഫകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അക്ഷരങ്ങൾക്ക് മാത്രമുള്ള സിഫ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ 2 രീതിയിലുള്ള സിഫകളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. 2 രീതിയിലുള്ള സിഫകളാണ് അറബി അക്ഷരങ്ങൾക്കുള്ളത്. അതിൽ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുന്നില്ല, കാരണം ഇപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും.
നമ്മളിതിലുള്ള ഓരോ സിഫകളും നമ്മൾ എടുത്ത് പഠിക്കും. അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഈ ചാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ അൽ ജഹർ, അൽ ഹംസ് അല്ലേ, വിപരീതമുള്ള സിഫാത്തിൽ ഒന്ന് അൽ ജഹർ, അൽ ഹംസ്, അൽ ഹംസ്, അൽ ജഹർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അൽ ഹംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മീനിങ് എന്താണെന്ന് വെച്ചാൽ അൽ ജഹർ സ്വഭാവമുള്ള അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ അക്ഷരങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്താണ്? വോക്കൽ കോഡാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ അക്ഷരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏക അവയവം എന്ന് പറയുന്നത് എന്താണ്? വോക്കൽ കോഡാണ്. അപ്പോൾ വോക്കൽ കോഡ് എന്നെ ആശ്രയിച്ചുള്ള സ്വഭാവങ്ങളാണ് എന്ത്? അൽ ഹംസ്, അൽ ജഹർ. ഇത് രണ്ടും വോക്കൽ കോഡിനെ ആശ്രയിച്ചുള്ള രണ്ട് സിഫകളാണ്. അടിസ്ഥാനം വോക്കൽ കോഡാണ്. അപ്പോൾ അൽ ജഹറിൻ്റെ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡ് ഇങ്ങനെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡിൻ്റെ രണ്ട് പാളികളും അടുത്തിട്ടായിരിക്കും, അടഞ്ഞു കിടക്കും. പാളികൾ തമ്മിൽ അടുത്തിട്ടാണ് ഉണ്ടാകുക. കംപ്ലീറ്റ് പൂടൂല. കംപ്ലീറ്റ് പൂടിയാൽ നമുക്ക് അക്ഷരങ്ങൾ പുറത്ത് വരില്ല. എന്നാലും അടുത്തിട്ടാണ് ഉണ്ടാകുക. പാളികൾ തമ്മിൽ അടുത്താണ് ഉണ്ടാകുക. അൽ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ രണ്ട് പാളികളുണ്ട് വോക്കൽ കോഡിന്. ആ രണ്ട് പാളികൾ തമ്മിൽ അകന്നിട്ടാണ് ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് മാത്രമേ പഠിക്കുള്ളൂ? ഹംസിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ അക്ഷരത്തിലാണ് ആ സ്വഭാവങ്ങളുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുമ്പം അക്ഷരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ അത് മാത്രമേ പഠിക്കുള്ളൂ. സ്വഭാവങ്ങളുള്ള അക്ഷരങ്ങൾ, ഹംസിൻ്റെ സ്വഭാവങ്ങളുള്ളത് 10 അക്ഷരങ്ങൾക്കാണ്. അപ്പോൾ അതിലൊന്ന് ഫ, ഹ, സ, ഹ, ഷീൻ, ഹ, സ്വാദ്, സീൻ, കാഫ്, ത. ഇങ്ങനെ 10 അക്ഷരങ്ങളാണ്. അപ്പോൾ ഈ 10 അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടൊരു വാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാക്ക് നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ പഠനം എന്താണെന്ന് വെച്ചാൽ വാക്കിനെ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. കാരണം ഈ ഒരു അക്ഷരങ്ങളെല്ലാം ഹംസിൻ്റെ സ്വഭാവമുള്ള അക്ഷരങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ ഈ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് സ്വഭാവത്തിനെ പാലിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ അക്ഷരങ്ങളെ പഠിക്കണം. അപ്പോൾ ഈ അക്ഷരങ്ങളെ കൂട്ടിയിട്ട് ഫഹസഹു, 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 ഷഖ്സുൻ, ഷഖ്സുൻ, സെക്കറ്റ്. അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വഭാവം ഉള്ള എല്ലാ അക്ഷരങ്ങളും ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ഇത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടല്ല ഫാണ്ട്, ഹ, സ, ഹ, ഷീൻ, ഹ, സ്വാദ്, സീൻ, കാഫ്, ത. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മളിത് ബൈഹാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്താണ് സിഫ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വോക്കൽ കോഡിനെ നമ്മൾ കണ്ടില്ലേ. വോക്കൽ കോഡ് ഈ ഒരു അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഇത് വോക്കൽ കോഡാണ്. ഇത് നമ്മുടെ വോക്കൽ കോഡാണ്. ഓക്കെ. വോക്കൽ കോഡിന് ഇവിടെയാണ് ആ സംഭവം ഉണ്ടാകുക. വോക്കൽ കോഡ് ഇവിടെയാണ് ഉണ്ടാകുക. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കറക്റ്റാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ വോക്കൽ കോഡിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാകുക. ഇതിൻ്റെ രണ്ട് പാളികളായത്. ഓക്കെ. നമ്മൾ മഖാരിജുൽ ഹുറൂഫ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വോക്കൽ കോഡിൻ്റെ പ്രവർത്തനങ്ങൾ. വ്യത്യസ്ത അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. ഓക്കെ. ചിലതിൽ പിന്നെ എന്തുണ്ടാകും, നല്ലോണം
ഒരുമാതിരി അടഞ്ഞിട്ടുണ്ടാവും അല്ലേ? ചിലതാണെങ്കിൽ കുറച്ച് ഓപ്പൺ ആയിട്ട് വൈബ്രേഷൻ ഉണ്ടാവും, ചിലത് നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഈ ഒരു 10 അക്ഷരങ്ങൾ, ആ 10 അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വോക്കൽ കോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വോക്കൽ കോഡിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വോക്കൽ കോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് എന്താവും? ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരും. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായി ഒഴുകും. അപ്പോൾ ശ്വാസം ഒഴുകാനുള്ള കാരണം എന്താണ്? വോക്കൽ കോഡിൻ്റെ പാളികൾ ഓപ്പണായിട്ട് കിടക്കുന്നതിനുകൊണ്ടാണ്. അതിലുകൂടി എന്ത് ചെയ്യും? ശ്വാസങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് ഷീൻ എന്നുള്ള അക്ഷരമാണ് ഉച്ചരിക്കുന്നത് നിൽക്കുക. നമ്മൾ ഷീൻ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ സൗണ്ടും ഇവിടെയാണ് വോക്കൽ കോഡ് ഇരിക്കുന്നത്. എല്ലാ സൗണ്ടും വോക്കൽ കോഡിൽ നിന്നാണ് വരിക. അപ്പോൾ വോക്കൽ കോഡിൽ നിന്നും എന്ത് വരും? സൗണ്ടും വരും. ഈ വോക്കൽ കോഡ് ഷീൻ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഗ്രൂപ്പ് പെട്ട അക്ഷരമാണ്. അപ്പോൾ ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡ് ഓപ്പൺ ആയിട്ട് കിടക്കും, ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റും കൂടി ഇങ്ങനെ വന്ന് ഇതാണ് ഷീനിൻ്റെ മഹ്റജ്. ഇവിടെ എത്തുന്ന സമയത്ത് സൗണ്ട് കൊണ്ട് എന്തുണ്ടാവും? ഷീൻ എന്നുള്ള അക്ഷരം അവിടെ പ്രൊഡ്യൂസ് ആവും അല്ലേ? നമ്മൾ ഈ നാവിൻ്റെ സെൻറ്റർ നടുഭാഗം മേലെ അണ്ണാക്കിൻ്റെ നടുഭാഗത്തിലോട്ട് ഉയർത്തുന്ന സമയത്ത് എന്തുണ്ടാവും? ഷീൻ എന്നുള്ള അക്ഷരം അവിടെ പ്രൊഡ്യൂസ് ആവും. എൻ്റെ മഹ്റജ് ഇത് രണ്ട് അതിൻ്റെ മഹ്റജാണ്. അപ്പോൾ മഹ്റജിലേക്ക് സൗണ്ട് എത്തുന്ന സമയത്ത് അക്ഷരങ്ങൾ പ്രൊഡ്യൂസ് ആകുകയും ഇവിടെ നിന്ന് വരുന്ന എയറില്ലേ, വായു ഉണ്ട്, വായു അല്ലെങ്കിൽ ശ്വാസം, ഈ രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകും. ഷീൻ എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ ഇവിടെ നിന്ന് വരുന്ന കാറ്റും കൂടി അല്ലെങ്കിൽ വായുവും കൂടി എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത്? അഷ് അഷ് അല്ലേ? സൗണ്ടിൻ്റെ കൂടെ എന്തുണ്ട്? അക്ഷരത്തിൻ്റെ കൂടെ കാറ്റും കൂടിയുണ്ട്. അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്ലോ ഉണ്ടാവും. എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യുക കാറ്റായിട്ടാണ്. നമ്മൾ തുറക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൈ വെച്ച് കൊടുത്താൽ അവിടെ എന്തുണ്ടാവും? കാറ്റുണ്ടാവും. കാറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. വോക്കൽ കോഡിൻ്റെ പാളികൾ അകന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? ശ്വാസം ഒഴുകും. ശ്വാസം പൂർണ്ണമായി ഒഴുകും. അപ്പോൾ ശ്വാസം ഒഴുകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്? പുറത്തേക്ക് കാറ്റ് ഒരു അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വായയുടെ അടുത്ത് കൈ വെച്ചുകൊണ്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ വായയുടെ എന്ന് പറഞ്ഞാൽ വായയുടെ ഓപ്പണിങ്ങിൽ, വായ തുറന്നിട്ട് അല്ലേ, വായൻ്റെ ഓപ്പണിങ്ങിൽ അല്ലേ, വായ പൂട്ടിയൊക്കെ അല്ല കേട്ടോ, കുറച്ച് വിട്ടിട്ട് വായ അടച്ചു വെച്ചാൽ അക്ഷരം ശരിയായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വായയുടെ അടുത്ത്, വായയുടെ മുകളിലല്ല, വായയുടെ അടുത്ത് എന്ത് ചെയ്യുക? നമ്മളെ കൈ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിലേക്ക് കാറ്റ് അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഒഴുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അക്ഷരം കറക്റ്റാണോ ഉച്ചരിച്ചത് നമുക്ക് മനസ്സിലാകുക. ഈ അക്ഷരം നമ്മൾ കറക്റ്റായിട്ടാണോ ഉച്ചരിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കയ്യിലേക്ക് കാറ്റിന് അനുഭവപ്പെടും. അപ്പോൾ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായ സ്വഭാവമാണ്. അൽഹംസ് എന്നുള്ളത് സ്ഥിരമായ സ്വഭാവമാണ്. അൽഹംസ് സ്ഥിരമായ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അവസ്ഥയിലും എന്ന് പറഞ്ഞാൽ ഹർക്കത്തുള്ള അവസ്ഥയിലും സുക്കൂനുള്ള അവസ്ഥയിലും ഈ ഒരു അക്ഷരങ്ങൾക്ക് ഈ ഒരു സിഫ ഉണ്ടാവും. പക്ഷേ സുക്കൂനുള്ള അവസ്ഥയിലാണ് കൂടുതൽ കൂടുതൽ ക്ലിയറായിട്ട് നമുക്കിതിൻ്റെ സിഫ കേൾക്കാൻ പറ്റുന്നത്. എപ്പോഴാണ്? സുക്കൂനിടുന്ന അവസരത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സുക്കൂന് ഇടുക എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തിന് ഹർക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ അക്ഷരം പൂർണ്ണമായും അതിൻ്റെ മഹ്റജിനെ ആണ് ആശ്രയിച്ചിരിക്കുക. ആ അക്ഷരത്തിൻ്റെ മഹ്റജിനെയാണ് അത് ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അക്ഷരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും 100% കിട്ടുന്നത് നമുക്ക് സുക്കൂനിടുന്ന അവസ്ഥയിലാണ്. എന്ന സമയത്താണ് കംപ്ലീറ്റ്ലി അക്ഷരത്തിൻ്റെ മഹ്റജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ശബ്ദത്തിനൊപ്പം കാറ്റും പുറത്ത് വരുന്നു എന്നുള്ളതാണ്. നമ്മളിത് അക്ഷരങ്ങൾ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇൻഡിക്കേറ്ററാണ് എന്ത്, അതിന് കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഹംസ് എന്നുള്ള ഒരു ക്യാരക്ടറിസ് ഒരു സ്വഭാവം എന്താണ്, അക്ഷരങ്ങളുടെ ശക്തി കുറയ്ക്കുന്ന സ്വഭാവമാണ്. രണ്ട് തരം സിഫകളാണുള്ളത്. ഒരു തരത്തിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ശക്തി കൂട്ടും. ചില സിഫകൾ ഒരു അക്ഷരത്തിന് ഒരു സിഫ മാത്രമല്ല, ഈ ഒരു നമ്മൾ 10 അക്ഷരം പഠിച്ചില്ലേ, 10 അക്ഷരങ്ങൾക്ക് ഈ സിഫാത്ത് മാത്രമല്ല ഉണ്ടാകുക, അതിന് വേറെയും സിഫകളുണ്ട്. ഓക്കെ. അപ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലർ ഹൈറ്റ് കൂടുതലുണ്ടാവും, ചിലർ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ലല്ലോ, ചിലർക്ക് എന്തുണ്ടാവും, ചിലർ കുറച്ച് തടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, വൈറ്റ് ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ എന്തിനുണ്ട്, അക്ഷരങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വഭാവമാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കിയുള്ള സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു സിഫ അക്ഷരത്തിൻ്റെ ശക്തി കുറയ്ക്കുന്ന സിഫയാണ്. ഓക്കെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് അൽ ജഹർ ഉണ്ട്, അത് അക്ഷരങ്ങളുടെ ശക്തി കൂട്ടുന്ന സിഫയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുക. അപ്പോൾ അറബിയിൽ ആകെ 28 അക്ഷരങ്ങളും 3 മദ്ദുകളുണ്ട് അല്ലേ. 28 അക്ഷരങ്ങളും എന്തുകൊണ്ട് 3 മദ്ദുകളുണ്ട്, അലീഫ് വാവ് യ. അപ്പോൾ ഈ 28-ൽ 10 എണ്ണമാണ് ഇതിൻ്റെ അൽ ഹംസ് എന്നുള്ള സ്വഭാവമുള്ളത്. അൽ ഹംസ് 10 അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 18 അക്ഷരവും മദ്ദും എന്താണ്, അൽ ജഹറിൽപ്പെട്ടതാണ്, അൽ ജഹർ സ്വഭാവമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അൽ ഹംസ് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡിൻ്റെ പാളികൾ ഓപ്പണായിട്ട് കിടക്കും, വോക്കൽ കോഡ് ഓപ്പണായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അക്ഷരങ്ങളുടെ ശബ്ദത്തിനൊപ്പം എന്തുണ്ടാകും, വായുവും അല്ലെങ്കിൽ ശ്വാസവും അല്ലെങ്കിൽ കാറ്റും പൂർണ്ണമായി പുറത്തേക്ക് ഒഴുകും. അപ്പോൾ നമ്മളെ കൈവച്ചാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കാറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3 കാര്യമാണ് ഇതിൽ ബൈഹാർട്ട് ചെയ്യേണ്ടത്. ഒന്ന് ഇതിൻ്റെ പേര് അൽ ഹംസ്, അൽ ഹംസ് അതാണ് അതിൻ്റെ പേര്. പിന്നെ ഈ അക്ഷരങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് ബൈഹാർട്ട് ചെയ്താൽ മതി. ഈ ഒരു സെൻറ്റൻസ് 3 സെൻറ്റൻസുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ബൈഹാർട്ട് ചെയ്ത് അവിടെ വെക്കുക. ഒരിക്കലും നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ നമ്മളോട് മറന്നു പോകും. നമ്മളിനി അടുത്ത സ്വഭാവം അല്ലേ, ഇതിനി അടുത്ത സിഫ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സിഫ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതൊന്നും കൂടി നോക്കുക, മനസ്സിലാക്കുക, ഒന്നും കൂടി പറഞ്ഞു നോക്കുക, ഒരു നോട്ടിലോട്ട് എഴുതി വെച്ചാൽ മതി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നോട്ടുകൾ നമ്മൾ ഇതിൽ കാണിച്ച നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്ത് നോക്കാം അല്ലേ. ഓക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും പഠിക്കാനുള്ള എളുപ്പം നൽകട്ടെ. എത്രയും സിമ്പിളാണ് അല്ലേ. നമ്മളിപ്പോൾ സിഫകൾ ഒന്നിച്ച് അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്, നമ്മളൊരു ചാർട്ടൊക്കെ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് കാണും, ഉണ്ടാവും, അനുഭവപ്പെടും. അതൊന്നുമല്ല, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല സിമ്പിളാണ്. അക്ഷരങ്ങളുടെ സ്വഭാവം എന്നുള്ളത് മഖ്റജിനേക്കാൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സിഫ എന്ത് ചെയ്യുക, നമ്മൾ ശരിക്കും അങ്ങോട്ട് പഠിച്ചു വെക്കുക. അതിന് നമ്മൾ ഇതിൻ്റെ പേര് അൽ ഹംസ്, പിന്നെ ഇതിൻ്റെ അക്ഷരങ്ങളും ഈ അക്ഷരങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു വാക്കും, ആ 3 കാര്യങ്ങളും പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഈ ഒരു അക്ഷരം, ഈ ഒരു സിഫ അക്ഷരങ്ങൾക്ക് വരുന്നത് ഈ ഒരു 10 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളെ വോക്കൽ കോഡ് ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വോക്കൽ കോഡ് അടച്ചു വെച്ചുകൊണ്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയില്ല. പിന്നെ ഇതിൽ ഈ അക്ഷരങ്ങളിൽ തന്നെ ഈ കാറ്റിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. ഓക്കെ. അത് നമ്മൾ ഈ ഒരു എല്ലാ സിഫകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ അക്ഷരത്തിനെയും എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും. ഇവിടെ ഈ ലാസ്റ്റ് വരുന്ന 2 അക്ഷരങ്ങൾക്കും വളരെ കുറഞ്ഞ രീതിയിലുള്ള കാറ്റേ ഉണ്ടാവും. ഇതേപോലെ ഇത്രയും ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ടാവും, നന്നായിട്ട് കാറ്റ് പുറത്തേക്ക് വരും, നന്നായിട്ട് എയർ ഒഴുകും. ഈ ഒരു 2 അക്ഷരങ്ങൾക്ക്
ഞാൻ പറഞ്ഞല്ലോ ഈ അക്ഷരങ്ങൾക്കെല്ലാം വേറെ സ്വഭാവങ്ങളുണ്ട്, വ്യത്യസ്ത സ്വഭാവങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാർട്ട് കണ്ടില്ലേ, ആ ചാർട്ടിൽ ഈ 28 അക്ഷരങ്ങളുടെ വ്യത്യസ്ത പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള സ്വഭാവങ്ങളാണ് ആ ചാർട്ടിലുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി വരുന്ന സമയത്ത് ഈ 2 അക്ഷരത്തിന് കാറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മളത് സിഫ കംപ്ലീറ്റ് പഠിക്കുകയും അതേപോലെ തന്നെ അക്ഷരങ്ങൾ ഓരോന്നിനെയും എടുത്ത് പഠിക്കുകയും ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇതിൽ സ്വരനാള പാളികൾ എന്ന് പറഞ്ഞാൽ ആ വോക്കൽ കോഡിനാണ് പറയുന്നത്. അതിൻ്റെ പാളികൾ, അതിൻ്റെ ഫോൾഡുകളിൽ 2 ഫോൾഡുകൾ വേറിട്ട് അകന്ന് നിൽക്കുന്നത് കൊണ്ട് വിറയൽ സംഭവിക്കാതിരിക്കുകയും അൽജഹർ എന്നുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഈ പാളികൾ വിറയ്ക്കുക ചെയ്യുക, വിറയൽ വൈബ്രേഷനാണ് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഹംസിൻ്റെ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തില്ല, വൈബ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്വാസം ഒന്നിച്ച് പുറത്തേക്കും പോരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ശബ്ദം മൃദുവായി കേൾക്കുകയും എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തിൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ എന്തും കൂടുതൽ കേൾക്കും, നമ്മൾ കാറ്റും കേൾക്കും. അക്ഷരത്തിൻ്റെ സൗണ്ട് മാത്രമല്ല നമ്മൾ കേൾക്കുക, അക്ഷരത്തിൻ്റെ സൗണ്ടിൻ്റെ കൂടെ എന്തും കേൾക്കും, കാറ്റും അല്ലെങ്കിൽ എയറും നമുക്ക് ഫീൽ ചെയ്യും, കൂടുതലും ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് അക്ഷരത്തിൻ്റെ ശബ്ദം മൃദുവായി കേൾക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ അക്ഷരത്തിൻ്റെ ഈ ഒരു സ്വഭാവം ഈ അക്ഷരങ്ങൾക്ക് എന്താണ് ശക്തി കുറയ്ക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷെയ്ഖിൻ്റെ വീഡിയോ എന്തുണ്ട്, ലെറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അത് എടുക്കുക ഇൻഷാ അല്ലാഹ്. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഈ പേരടിച്ചു കൊടുത്താൽ മതി, ഷെയ്ഖ് അയ്മൻ സ്വയ്ദ് അറബിക് ലെറ്റർ പ്രാക്ടീസ്. അപ്പോൾ ഷെയ്ഖിൻ്റെ എല്ലാ ലെറ്റേഴ്സും അതിൻ്റെ റെസിറ്റേഷനൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോവിൻ്റെ കൂടെ ഒരു ക്ലാസ്സിൻ്റെ കൂടെ ആ ഒരു പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, ഈ അക്ഷരങ്ങളൊക്കെ ക്ലിയറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.